ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്നിപ്പോൾ ഞാൻ ഒരു ട്രിപ്പ് പോണതിനെ പറ്റി പറഞ്ഞിരുന്നു. അതിനെപ്പറ്റിയുള്ള ഒരു ചെറിയൊരു വിവരണം തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ സ്വന്തം നാട്ടിൽ തന്നെയാണ്, വീട്ടിലാണ്, മൊറയൂർ. അപ്പോൾ ഞാൻ ഈ 20-ാം തീയതി ഓൾ കേരള ട്രിപ്പിന് പോകാനിരിക്കുകയാണ്. എല്ലാവരും ഫുൾ സപ്പോർട്ടോട് കൂടിയിട്ട് കൂടെ ഉണ്ടാവണം. അപ്പോൾ 20-ാം തീയതി പോകാനുള്ള തീരുമാനമാണ്. അപ്പോൾ ഞാൻ ഈ പോകുന്ന സ്ഥലങ്ങൾ നമ്മുടെ ജില്ലകളെ കുറച്ച് പാർട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതായത് കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, ഈ 4 ജില്ലകളെ ഒരു ഭാഗത്തായിട്ടും, പിന്നെ മലപ്പുറം, തൃശ്ശൂർ, പാലക്കാട്. അപ്പം ഞാൻ ഫസ്റ്റ് ഈ ജില്ലകൾ ചെയ്യാത്തതിൻ്റെ കാരണം എൻ്റെ സബ്സ്ക്രൈബേഴ്സ് അധികം എന്നെ ചുറ്റിപ്പറ്റി ഈ ഭാഗത്തുള്ളവരായിരിക്കും. അപ്പോൾ അവർ കണ്ട വിഷയം തന്നെ ഞാൻ വീണ്ടും ഫസ്റ്റ് തന്നെ അതെന്നെ കാണിച്ചു കൊടുക്കുമ്പോൾ അവർക്കൊരു മുഷിപ്പാവും. അപ്പോൾ അത് വേണ്ടെന്ന് വെച്ചിട്ട് പിന്നെ അത് കഴിഞ്ഞ് മുഷിപ്പാവും അത് വിചാരിച്ചിട്ടാണ് ഫസ്റ്റ് മലപ്പുറം ചെയ്യാത്തത്. പിന്നെ അടുത്ത ഘട്ടം വരുന്നത് എറണാകുളം, കോട്ടയം, ഇടുക്കിയാണ്. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ടാണ് മറ്റുള്ള 4 ജില്ലകൾ, ആലപ്പുഴ, പത്തനംതിട്ട, പിന്നെ കൊല്ലം, ട്രിവാൻഡ്രം, ഈ 4 ജില്ലകളാണ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എറണാകുളമാണ്. എറണാകുളം ആകുമ്പോൾ എറണാകുളത്തിൻ്റെ വിഷയം എന്ന് വെച്ചാൽ എറണാകുളം കഴിഞ്ഞാൽ എനിക്ക് നേരെ കോട്ടയം കയറിയിട്ട് അതുവഴി നേരെ ഇടുക്കിയിലോട്ട് കയറാം. കാരണം ഇപ്പോൾ ഈ കാലവർഷം കുറച്ച് സ്ട്രോങ് ആയി വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങളുടെ ഭാഗത്തൊക്കെ ഓറഞ്ചോ യെല്ലോ ഏതൊക്കെ ആയിട്ടുണ്ട്, അലർട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതാണെന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. എന്നിരുന്നാലും എങ്ങനെ വന്നാലും ഏറെ വൈകാതെ ഒരുവിധ സ്ഥലങ്ങളൊക്കെ ബ്ലോക്കാവും. ഇപ്പോൾ തന്നെ എക്കോ ടൂറിസം പല ഭാഗത്തും അടച്ചിട്ടിരിക്കുകയാണ്, കാരണം മഴയുടെ ശക്തി കൂടിയത് കൊണ്ട്. അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഒരുപാട് വരാൻ സാധ്യത ഉണ്ട്. അപ്പോൾ അത് വിചാരിച്ചിട്ട് നേരെ എറണാകുളം പോവാം. അവിടുന്ന് കോട്ടയം കയറി ഇടുക്കി കയറി കിട്ടിയാൽ ഇടുക്കിയുടെ കുറച്ച് ഭാഗങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ കഴിഞ്ഞാൽ വളരെ നന്നാവും. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് പോകാനുള്ളത് പിന്നെ നേരെ പത്തനംതിട്ട, ആലപ്പുഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം കൊണ്ട് നടക്കാൻ പറ്റാത്തൊരു സ്ഥലമാണ്. അപ്പം അതും അതിൻ്റെ ഇടയിൽ നോക്കാനുണ്ട്. അപ്പം ആലപ്പുഴ, അത് കഴിഞ്ഞിട്ട് പിന്നെ കൊല്ലം, പത്തനംതിട്ടയും കുറച്ച് ഭാഗം മാത്രമേ വനമേഖല ഉള്ളൂ. ആ ഭാഗത്താണ് അവിടെയുള്ള എക്കോ ടൂറിസങ്ങളൊക്കെ ഉള്ളതൊക്കെ ആ ഭാഗത്തുമാണ്. വനമേഖല ഈ ഭാഗത്താണുള്ളത്. അപ്പോൾ ആ ഭാഗത്തേക്ക് കയറുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും പിന്നെ അത് കഴിഞ്ഞിട്ട് ട്രിവാൻഡ്രം കഴിഞ്ഞ് എനിക്ക് നേരെ തിരിച്ചിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ആ ഭാഗം കൂടി തിരിച്ച് വന്നു കഴിഞ്ഞിട്ട് പിന്നെ നേരെ ഞാൻ കാസർഗോഡ് പോവാം. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, ഇങ്ങനെയാണ് തീരുമാനിച്ചത്. ചിലപ്പോൾ ഫസ്റ്റ് വയനാടായിരിക്കും കയറാൻ ഉദ്ദേശിക്കുക. എങ്ങനെ ആയാലും കേരളം മൊത്തം അടിച്ച് കലക്കിയതേ പോരുള്ളൂ. അത് ഇനി ചിലപ്പം ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്യാൻ സാധ്യത കുറവാണ്. കാരണം ഞാൻ നിങ്ങളോട് പറയാണ് ഡെയിലി ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഈ ജാതി മഴയ്ക്ക് പുറത്തിറങ്ങാൻ പറ്റാതെ ഞാൻ ഇവിടുന്ന് അപ്ലോഡ് ചെയ്യും. മാക്സിമം ഞാൻ ഡെയിലി ചെയ്യാൻ പറ്റുന്നിടത്തോളം ഡെയിലി ചെയ്യും, അല്ലെങ്കിൽ ഒന്നരാടം കണ്ടിട്ട് എങ്ങനെയായാലും വീഡിയോ വരും. അത് ഇനി 1-2 ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിൽക്കാനും സാധ്യത ഉണ്ടാവും. കാരണം ചിലയിടത്തൊക്കെ റൂം എടുത്തിട്ട് ചിലപ്പോൾ 2 ദിവസമൊക്കെ അവിടെ കിടന്നുറങ്ങേണ്ടി വരും. പുറത്തിറങ്ങാൻ പറ്റാതെ ബൈക്കിൽ പോയിട്ട് പിന്നെ പുറത്തിറങ്ങാൻ പറ്റാതെ നിന്നിട്ട് കാര്യമില്ല. ചിലപ്പോൾ ചില ഭാഗത്ത് ടൂറിസം മേഖല അടച്ചിട്ടുണ്ടാവും. എങ്ങനെയായാലും എന്നെക്കൊണ്ട് കഴിയുന്ന പരമാവധി അടിച്ച് കയറും. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഓൾ ഇന്ത്യ അടിക്കാൻ. അതെൻ്റെ ഒരു സ്വപ്നമാണ്. അപ്പോൾ പോവുക തന്നെ ചെയ്യും. അപ്പോൾ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യണം, ഫുൾ സപ്പോർട്ടോട് കൂടിയിട്ട് എൻ്റെ കൂടെ ഉണ്ടാവണം. അപ്പോൾ ഇതുവരെ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞിട്ടില്ല, പറയാൻ എനിക്ക് ഭയങ്കര ലജ്ജയുള്ള ഒരു വിഷയമാണ്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഭാഗങ്ങളിലൊക്കെ നല്ല നല്ല സ്പോട്ടുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ചരിത്ര സംഭവങ്ങളോ അല്ലെങ്കിൽ നല്ല വ്യൂ പോയിൻറ്റുകളോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതി തന്നാൽ മതി. ഇന്ന സ്ഥലത്ത് നല്ല സ്ഥലമുണ്ട്, വരുന്ന വഴിയിൽ എന്തായാലും കയറി ഞാൻ ആ ഭാഗങ്ങൾ ഷൂട്ട് ചെയ്യാം. നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ സന്നദ്ധനാണ്, അതിനുള്ള മനസ്സുണ്ട് എന്നുണ്ടെങ്കിൽ കൂടാൻ നമ്പർ കൂടെ എഴുതുകയാണെങ്കിൽ ഞാൻ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യും, നിങ്ങളടുത്ത് വരും ചെയ്യും. അത് 100% ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം. പിന്നെ എനിക്ക് പിന്നുള്ളത് ഞാൻ പോകാനും കൊണ്ടുപോകുന്ന സാധനങ്ങളാണ്. ഇപ്പോൾ
ഇരുടാണ് അകത്ത്. അപ്പോൾ ഞാനിപ്പോൾ അവിടെ ഷൂട്ട് ചെയ്ത് നോക്കി, ഒന്നും വ്യക്തമല്ലാത്തതുകൊണ്ടാണ് ഇവിടെ പുറത്തേക്ക് ഇറങ്ങിയത്. ഇവിടെ ഉണ്ടോ കുട്ടികളവിടെ പെരുങ്കളിയാണ് തെങ്ങിൻ തോട്ടത്തിൽ. ഇവിടെ ചുറ്റുപാടാണെങ്കിൽ നിറച്ച് കോഴികളെ ശല്യം അതുമുണ്ട്. എന്നാലും കുഴപ്പമൊന്നുമില്ല, ക്ലിയർ ഉണ്ടാവുമല്ലോ എന്ന് വെച്ചിട്ട് അങ്ങോട്ട് പുറത്തേക്ക് വന്നത്. അപ്പോൾ പിന്നെ എൻ്റെ അടുത്തുള്ളത് ബൈക്കിൽ 2 സൈഡിൽ 2 ബാഗുണ്ട്. ആ ബാഗിലാണ് കാര്യമായിട്ടുള്ള എൻ്റെ ഡ്രസ്സുകൾ, ചെരുപ്പ്, ഷൂ, പുതപ്പ് ഇതുപോലെയുള്ള സാമഗ്രികളൊക്കെ അതിനകത്താണ്. പിന്നെ ഉള്ളതൊരു വാട്ടർ ബാഗാണ്. നമുക്ക് എപ്പോഴും വെള്ളത്തിൻ്റെ ആവശ്യമുള്ളത് കൊണ്ട് ഒരു വാട്ടർ ബാഗ് എൻ്റെ കയ്യിലുണ്ട്. പിന്നെ ഒരു നമ്മുടെ ക്യാമറയും അതുപോലെയുള്ള അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാൻ ഒരു ബാഗും ഉണ്ട്. പിന്നെ നമ്മളെ പേഴ്സും മൊബൈല് ഇതുപോലെയുള്ള വണ്ടിൻ്റെ പിന്നെ ഡോക്യുമെൻറ്റുകൾ ഇതൊക്കെ സൂക്ഷിച്ച് വെക്കാനുള്ളൊരു ബാഗും, അങ്ങനെയുള്ള അല്ലറ ചില്ലറ സംഭവങ്ങളുള്ളൂ. വലിയൊരു ആഡംബര രീതിയിലൊന്നുമല്ല, ഒരു ചെറു മട്ടത്തിലാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കിപ്പോൾ അതിനുള്ള ആൾക്കാരേ ഉള്ളൂ. അപ്പോൾ ഉള്ള ആളുകൾ എന്ത് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക, മാക്സിമം എന്നെ ഹെൽപ്പ് ചെയ്യുക. നിങ്ങളെല്ലാവരുടെ അനുഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും വേൾഡ് ലെവലിലേക്ക് തന്നെ എത്തും. അതിനുള്ള ധൈര്യമുണ്ട്, അതിനുള്ള ആത്മവിശ്വാസമുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കൂടെ ഉണ്ടാകും. അപ്പോൾ ഓക്കെ, ഷാം.